പ്രൈസലോ കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. യഹസ്കേലിന്റെ പുസ്തകം 37 അധ്യായം 10 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയായ ദൈവം യഹസ്കേൽ പ്രവാചകനോട് കൽപ്പിച്ചതുപോലെ യഹസ്കേൽ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ, താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ ഹല്ലേലൂയ അവരിൽ ശ്വാസം വന്നു. അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന്റെ നാമം എത്ര ശക്തമാണ് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് നമ്മുടെ കർത്താവിന്റെ നാമം. അതിനപ്പുറത്ത് വേറൊരു നാമമില്ല ഈ ലോകത്തിൽ. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ സൈന്യങ്ങളുടെ അധിപതി എന്ന് നമ്മുടെ കർത്താവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ സൈന്യാധിപനായി നമുക്ക് ആദരവായിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. നമ്മുടെ കർത്താവ് സൈന്യാധിപതിയായി സൈന്യങ്ങളുടെ ദൈവമായി ഇരിക്കുന്ന നമുക്ക് വലിയ ആദരവാണ്. ഹല്ലേലൂയ. അത് വളരെ ആശ്ചര്യമാണ്, വളരെ ആനന്ദമാണ് നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവന്റെ സേനയിൽ ആദ്യമായി ധാരാളം ദൈവദൂതന്മാരുണ്ട്. നമ്മുടെ കർത്താവിന്റെ സേനയിൽ ധാരാളം എണ്ണിയാൽ തീരാത്ത പോലെ ദൈവദൂതന്മാരുണ്ട്. രണ്ടാമതായി നിറയെ നക്ഷത്രങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി ധാരാളം അഗ്നിരഥങ്ങളും കുതിരകളുമുണ്ട്. മാത്രമല്ല യഹോവയുടെ സേനയിൽ ധാരാളം വിശ്വാസികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ കഴിയാത്ത, പറഞ്ഞു വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ എത്ര വലിയ ശ്രേഷ്ഠമാണ്. അതാണ് നമ്മളോട് വചനം വായിച്ചത്. അവരുടെ സേനയിൽ വലിയ വിശ്വാസികളുടെ സൈന്യമുണ്ട്. അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. ലോക അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ പലതും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജനം വാദോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഏതെല്ലാം ലോകാത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ചാലും ഈ ലോകത്തിന്റെ സൃഷ്ടമായി ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യുന്ന അത്ഭുതങ്ങളോളം മറ്റു വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ഓരോ പകലും മാറി ഓരോ രാത്രിയും വരുന്നു, ഓരോ രാത്രി മാറി ഓരോ പകൽ വരുന്നു. സൂര്യൻ മാറി അവൻ ചന്ദ്രനെ നൽകുന്നു. കൂടാതെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ വിരിക്കുന്നു. മനുഷ്യന് ശ്വസിക്കാൻ ആവശ്യമായ മുഴുവൻ വായുവും തരുന്നു. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ വെള്ളം തരുന്നവൻ ഹല്ലേലൂയ. മനുഷ്യന് ആവശ്യമായ എല്ലാ നന്മകളും നൽകുന്ന ദൈവത്തിന്റെ അത്ഭുതത്തോളം മറ്റൊരു അത്ഭുതമില്ല. ഏറ്റവും വലിയ അത്ഭുതം അതാണ്. നമ്മൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? നമ്മൾ സംസാരിക്കുന്നതും കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു അത്ഭുതമല്ലേ? നമ്മൾ ദൈവത്തിന്റെ നാമത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, രക്തം ചെയ്യണം. ഇവിടെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നുവെന്ന് പറയുമ്പോൾ പ്രാരംഭത്തിൽ ഞാൻ ചില ദൂതുകൾ പറയട്ടെ. ചിന്ന ഭിന്നമായി ചിതറിക്കിടക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിന്ന ഭിന്നമായി ചിതറിക്കിടക്കുന്ന ചില തലമുറകളെ ദൈവം യോജിപ്പിക്കാൻ പോവുകയാണ്. ചിതറിക്കിടക്കുന്ന ചില ബന്ധുമിത്രാദികളെ പരസ്പരം കണ്ടാൽ മിണ്ടാതെ, പരസ്പരം കണ്ടാൽ മൈൻഡ് ചെയ്യാതെ കിടക്കുന്ന ചില ബന്ധുമിത്രാദികളെ ദൈവം കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. തമ്മിൽ കണ്ടാൽ ഒരു ക്രൈസ്തവൻ പോലും പറയാൻ കഴിയാതെ മുഖം തിരിച്ച് മാറിപ്പോകുന്ന ദൈവസഭകളെ, അഭിഷേകമുള്ള ദൈവസഭകളെ ദൈവം ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ ചിതറിപ്പോയ നിന്റെ നന്മകൾ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുക. മാനസികമായി നീ തകർന്നിരിക്കുന്ന ചില വിഷയങ്ങളിലെ ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ഈ വചനം ജീവനുള്ള വചനമാണ്. അതുകൊണ്ടാണല്ലോ താഴ്വരയിലെ അസ്ഥികളോട്, ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ അസ്ഥികളിൽ ജീവൻ വന്നു എന്ന് പറയുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രക്തം ചെയ്യും. ഈ വചനം തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഉണങ്ങിയ അവസ്ഥകളെ ഇന്ന് പകൽ മാറ്റാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിലെ ഉണങ്ങിയ അവസ്ഥകൾ, കുടുംബത്തിലെ ഉണങ്ങിയ
ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി വെച്ച് പലരും. ഹല്ലേലൂയ. പക്ഷെ എവിടേക്കോ താളപ്പിഴകൾ സംഭവിച്ച് താളം തെറ്റി ഇപ്പോൾ ഏതാണ്ട് കലങ്ങി മറിഞ്ഞ അനുഭവമാണ്. പരസ്പരം സഹകരണമില്ല, മിണ്ടാട്ടങ്ങളില്ല, അത് സ്നേഹമില്ല, എല്ലാം തണുത്ത് വാശിയും വൈരാഗ്യവും മാത്രം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ കരമിറങ്ങാൻ പോയ രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മാനസികമായി തകർന്നിരിക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക, ഈ വചനം വിശ്വസിക്കുക. ഉണങ്ങിയ അവസ്ഥയിൽ കിടക്കുന്ന ജീവിതത്തെ ദൈവം പണിതെടുക്കുമെന്ന്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ദൈവം അത് വചന ചരിത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, അനവധി മതമാർഗങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും ദൈവങ്ങളുണ്ട്, എല്ലാ മതങ്ങൾക്കും പ്രമാണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രിസ്തീയ ജീവിത, ക്രിസ്തീയ പ്രമാണം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം നൽകിയ സത്യവേദ പുസ്തകത്തിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന വചനം, അത് ജീവിപ്പിക്കുന്ന വചനമാകട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നത്, നമ്മുടെ കുറവുകളെ നീക്കുന്നത്, നമ്മുടെ തകർച്ചകളെ നീക്കുന്നത്, പരാജയങ്ങളെ മാറ്റി ഉയർച്ച തരുന്നത്, നമുക്ക് സൗഖ്യം തരുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കോടിക്കണക്കിന് ജനം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നു. കോടിക്കണക്കിന് ജനം കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. പാപത്തിന്റെ നെർച്ചുഴിൽ വീണ് കിടന്ന, പാപത്തിന്റെ ആ അടിമത്തത്തിൽ വീണ് കിടന്ന ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ കുടുംബം താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടന്നിരുന്ന ചില അനുഭവത്തിൽ നിന്ന് അനേക കുടുംബങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിളിച്ചു വേർതിരിച്ച് ജീവൻ നൽകി. അവർ വലിയ സൈന്യമായി നിവർന്നു നിന്ന് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. താഴ്വരയിൽ ഉണങ്ങിക്കിടന്ന അസ്ഥികളെ പോലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന് ഇടയുടെ മദ്യത്തിലും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ പാപാന്ത ജീവിതത്തിൽ പാപസുഖങ്ങളിൽ വീണ മരണം മാത്രം മുമ്പിൽ ആഗ്രഹിച്ചിരുന്ന ഞങ്ങളെയൊക്കെ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ഉണങ്ങിയ അവസ്ഥകൾ മാറിയിട്ട് ഞങ്ങൾക്ക് പുതിയ ജീവൻ തന്നു. കർത്താവിന് വേണ്ടി നിവർന്നു നിൽക്കുന്ന വലിയ സൈന്യനിരയിൽ ഒരാളായി ദൈവം ഞങ്ങളെയൊക്കെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. അതെ, ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ സൈന്യമായിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ദൈവം നിന്നെ എണ്ണപ്പെടാൻ ആഗ്രഹിക്കും, നിന്നെ എണ്ണുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ കർത്താവിന് വേണ്ടി ധരിപ്പിച്ചു കൊടുക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഏത് വിഷയത്തിനും പരിഹാരം നൽകുന്ന യേശുവാണ്. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നത്. ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞാൽ സർവ്വജഡത്തിന്റെ, ഭൂമിയിലുള്ള സർവ്വജഡത്തിന്റെയും ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അല്ലേ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ പ്രവാചകനോട് പറയുക. നമ്മുടെ കർത്താവിന് കഴിയാത്തൊരു കാര്യമില്ല. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് സ്വഭാവേ, നിന്റെ ജീവിതത്തിനകത്ത് നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷഭരിതമായ ജീവിത സാഹചര്യങ്ങളിൽ കണ്ണുനീരിന്റെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക് എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? ഇന്ന് പകൽ കർത്താവ് പറയാണ്, എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് നിനക്ക് തോന്നിയതിനെ ദൈവം അതിനകത്തൊരു വിജയം തരാൻ പോവുകയാണ്. നിനക്ക് അസാധ്യമെന്ന് തോന്നി, പക്ഷെ എന്റെ ദൈവത്തിന് അസാധ്യമല്ല കേട്ടോ. നിന്റെ തകർച്ച ദൈവം മാറ്റാൻ പോവുകയാണ്. രക്തം ചെയ്യും. നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. ലോകം നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നില്ല, എന്റെ കർത്താവ് നിന്റെ കണ്ണുനീര് തുടയ്ക്കും. രക്തം ചെയ്യും. കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളോട് പറയട്ടെ, നിന്നെ ദൈവം ഒന്ന് പണിതെടുക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എന്താണ്, നിങ്ങളുടെ ഭാരത്തെ നിങ്ങൾ മറ്റൊരാളോട് പങ്കുവെച്ച് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. പല ആളുകളും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആരോടും പറയില്ല, സ്വയം കൊണ്ട് നടന്നിട്ട് അവസാനം ജീവിതം തകർത്ത് കളയും. നിങ്ങളുടെ ഭാരം നിങ്ങൾ മറ്റൊരാളോട് പറയാൻ കഴിയില്ല, എങ്കിലാണ് നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്തോത്രം, അമ്മ തമ്മിൽ ഭാരങ്ങളിൽ ചുമപ്പി ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി.
തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. നിങ്ങൾക്ക് താങ്ങാനാവാത്തപ്പോൾ വിഷയങ്ങളെ നിങ്ങൾ മറ്റൊരാളോട് പറയണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾ പറയുന്ന വിഷയം ചോർന്നു പോകുകയില്ലെന്ന്, അത് മറ്റൊരാളോട് അല്ലെങ്കിൽ പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കുകയില്ല എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ അടുത്ത കൂട്ടുവിശ്വാസിയോട് പറഞ്ഞ് ആ വിഷയത്തെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കണം. അത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക. ഇങ്ങനെ യഹോവയുടെ ന്യായപ്രമാണം, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. ഹല്ലേലൂയ. വചനത്തിന് ജീവനുണ്ടെന്നേ. ഈ ലോകത്തിലെ ഏത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ വചനത്തിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, കൈയോട് കൈ ചേർക്കണം. ഹല്ലേലൂയ. ആമി തോളോട് തോൾ ചേർന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ മുഴങ്കാലും മടക്കുമ്പോൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേരൊരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധി മുട്ടുകുത്തുന്ന ആമി പൗലോസ് എഫേസ്യ ലേഖനം 3:10 രേഖപ്പെടുന്നുണ്ട്. അത് നാം ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തെ, ഉണങ്ങിയ ആസ്തികളെ പോലെ കിടക്കുന്നതിന്റെ കുടുംബ ജീവിതത്തെ, ഉണങ്ങിയ ജീവിതത്തെ പോലെ കിടക്കുന്നതിന്റെ ജോലി മേഖല, എന്റെ കൃഷി മേഖല, ബിസിനസ് മേഖലകളെ ദൈവം ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതിനകത്തെല്ലാം ജീവനെ ദൈവം നൽകാൻ പോവുകയാണ്. അല്ലേറിയ നാളുകളായി നീ വലിയ പഠിച്ചു വിദ്യാഭ്യാസം എടുത്ത് ഉന്നത വിജയങ്ങളൊക്കെ നേടി, വിവിധ ട്രെയിനിങ്ങുകൾ, വിവിധ കോച്ചിങ്ങൾക്കൊക്കെ നീ പോയി, വിവിധ ഇന്റർവ്യൂകളൊക്കെ ചെയ്ത് ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് ഒരു നിയമനമില്ലാതെ നിന്റെ വിഷയങ്ങളെല്ലാം ഉണങ്ങിയ ആസ്തികളെ പോലെ പേപ്പർ കടലാസുകൾക്കകത്ത് മടക്കി ഓഫീസിനകത്ത് ചുരുട്ടുകൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ആ പേപ്പറിനകത്ത് ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അവകാശപ്പെട്ട ജോലി കിട്ടാതെ നീ കൊടുത്ത പേപ്പറുകളെല്ലാം ഫയലിൽ മടക്കി വെച്ച് അതിങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ച് ഈ വചനം പറ, കർത്താവ് യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ ഉണങ്ങിയ അസ്ഥികളിൽ ജീവൻ വന്നു, അവർ നിവർന്നു നിന്നൊരു വലിയ ശൈര്യമായി തീർന്നതുപോലെ എന്റെ വിഷയത്തിനെ ദൈവം പ്രവർത്തിക്കണമെന്ന് നീ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അധികാരികളുടെ ഹൃദയങ്ങളിൽ ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. അധികാരികളുടെ ഹൃദയങ്ങളിൽ ദൈവം ഇടപെടുന്നേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ചില ദൂതുകൾ ഇന്ന് രാവിലെ കൈമാറുകയാണ്. ശക്തമായ ചില ദൂതുകൾ തകർന്നിരിക്കുന്ന കുടുംബങ്ങളോട്, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരോട്, പല ഓഫീസുകളും കയറിയിറങ്ങി മുട്ടിയിട്ടും ഒരു വഴിയും തുറക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്ന ശക്തമായ ദൂതാണ്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. കാരണം വചനം വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ, വേറെ ഒന്നിനും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്തിൽ ആരും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്തിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രമുഖരെന്ന് പറയുന്നവരെ ഒന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, മത നേതാക്കന്മാർ, മതമേലാളന്മാരുണ്ട്. പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ളവരാണ്. അവരെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഈ സകലത്തെ സൃഷ്ടിച്ച് സകലത്തെ നിയന്ത്രിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വചനം നീ വിശ്വസിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. രക്തം ചെയ്യും. അപ്പം തകർന്നിരിക്കുന്ന ജീവിതം കടക്കടിയാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ എത്ര കാലമായി നീ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു? എത്ര കാലങ്ങളെ ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ ഉപവസിക്കുന്നു? നിന്റെ ഹൃദയത്തിനകത്ത് നിരാശകൾ കടന്നു വന്നുകൂടി എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ലേ, എനിക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള വിധി, ഇതെല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞ് സ്വയം ശപിക്കുന്ന ചില അനുഭവം നിനക്കില്ലേ? ഹല്ലേലൂയ. നീ സ്വയം ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കുന്നെങ്കിൽ രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്വഭാവേ, മാതാവേ, സഹോദര, സഹോദരി, ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട കേട്ടോ. ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ. അത്ര ശക്തനാണ് ദൈവം. പൗലോസ് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിന് മതിയാകുന്നുവെന്ന് ഫിലിപ്പി ലേഖനം 4:13 പറയുന്ന പോലെ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടാണ്. നമ്മളെ എസ്കേലിന്റെ പുസ്തകം നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. ഇതിൽ ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഞാനും പ്രസംഗിച്ച്, നിങ്ങൾ പ്രസംഗിച്ച്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൂ. എങ്കിലും ഞാനൊന്ന് വായിച്ചു വിടാനായിട്ട് ആഗ്രഹിക്കുക. ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വര. എസ്കേലിന്റെ പുസ്തകം 37 ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വര. അപ്പൊ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു,
യഹോവയുടെ ആത്മാവിന്റെ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ ഞരമ്പ് വെച്ച് ശ്വാസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. കണ്ടോ, നമ്മുടെ കർത്താവ് പറയുക, ലേരിയ താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന വലിയ അസ്ഥിക്കൂട്ടങ്ങൾ ഏറ്റവും ഉണങ്ങി, ഒന്നിനോടൊന്ന് ചേരാൻ കഴിയാതെ, ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുന്ന അനുഭവം. കർത്താവ് ഈ അസ്ഥികൾ ജീവിക്കുമെന്ന്, അതിനകത്ത് ശ്വാസം വരുമെന്ന്, അതിന് തൊക്ക് വെക്കുമെന്ന്, ഞരമ്പ് പിടിക്കുമെന്ന് അല്ലടിയ. അതെ, അങ്ങനെ നമ്മുടെ കർത്താവ്. ഇത് ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറയുമ്പോൾ യഹൂദന്റെ ഒരു ചരിത്രമാണ് ഇവിടെ കാണിക്കുന്നെങ്കിൽ, ഇന്നത്തെ സഭയുടെ അനുഭവം, ഇന്നത്തെ കുടുംബത്തിന്റെ അനുഭവം, ഉണങ്ങിയ അസ്ഥികളെ പോലെ, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ പോലെ കുടുംബങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു. ലേരിയ അതിന് ജീവൻ തരാൻ ദൈവം ആഗ്രഹിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ട് ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോടും വന്ന് ചേർന്ന്. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു. അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞു കണ്ടു. അവൻ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്ന ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊത്തുക. അതാണ് എന്നിട്ടാണ് വായിച്ചു പറഞ്ഞു. അവൻ എന്നോട് ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി പറഞ്ഞു. അത് ദൈവത്തിന് നിന്റെ കുടുംബത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുക. ഉണങ്ങിയ അസ്ഥികളെ പോലെ നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടിയില്ലാതെ ഭാരപ്പെടുകയാണ് മാതാവേ, സഹോദര. ലേലിയ, അത് ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത്, നിന്റെ തലമുറയിൽ അത്ഭുതം നടക്കും. വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് വചനം ഭയങ്കര വിശ്വാസമാണ്, വചനം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഈ വചനമാണ് എന്നെ നിലനിർത്തുന്നത്. ഈ വചനമാണ് എനിക്ക് ശ്വാസം നൽകുന്നത്. ഈ വചനമാണ് എന്നെ ഈ ഉണങ്ങിയ അസ്ഥികളെ പോലെ ആയിരുന്ന എന്നെ ഈ നിലയിൽ നിർത്തിയിരിക്കുന്ന ഈ വചനമാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ക്രൈസ്തവോ, നിന്റെ പേരോ ഭാഷയോ, നിന്റെ ജാതിയോ മതമോ, നിന്റെ കുലങ്ങളോ പാരമ്പര്യമോ നിന്റെ ദൈവം ചോദിക്കുന്നില്ല. അല്ലേലിയ, നീ വിശ്വാസത്താൽ വന്നാൽ ദൈവം നിനക്കായി പ്രവർത്തിക്കും. അല്ലേലിയ എന്ന് പറഞ്ഞ ജനത്തിന്റെ പാപം മൂലം യെരുശലേം നശിപ്പിക്കപ്പെടുകയും അവരെല്ലാം പ്രവാസത്തിൽ പോവുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രം ഇല്ലാതായി തീർന്നു. ജനമെല്ലാം കൂടെ പാപം ചെയ്തു. യെരുശലേം ചിതറിക്കപ്പെട്ടു. അല്ലേരിയ, ജനമെല്ലാം പ്രവാസത്തിലേക്ക് പോയി. അല്ലേരിയ, സ്തോത്രം. അങ്ങനെ ഒരു രാഷ്ട്രം തന്നെ ഇല്ലാതായി. അല്ലേരിയ, താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ പോലെ ഇസ്രായേലിന്റെ അവസ്ഥ ആയി തീർന്നു. പാപമുഖാന്തരം താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികളെ പോലെ ഇസ്രായേലിന്റെ അനുഭവം. ലഭിക്കുക സ്തോത്രം. ഈ അസ്ഥികൾ ഇനി ജീവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും അസാധ്യമായതിനെ സാധ്യമാക്കി തരുമെന്ന് ദൈവം യെഹൂദയെ അറിയിച്ചു. അങ്ങനെ ചിതറിപ്പോയ ഇസ്രായേൽ ജനം, പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം, ഇനി അവർക്ക് ജീവൻ വരിയില്ല, കൂട്ടി യോജിക്കപ്പെടുകയില്ല എന്ന് ചിന്തിച്ച മനുഷ്യൻ വിധിയെഴുതുമ്പോൾ കോവയായി ദൈവം യെഹൂദയോട് പറഞ്ഞു, ഹല്ലേലൂയ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എനിക്കതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. അപ്പം താഴ്വരയിലെ ഉണങ്ങിയ ആസ്തികളോട് പുനരേകീകരണവും അല്ലെങ്കിൽ സചേതനത്വവും യഹോവയുടെ വചനത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ആവിർഭവിക്കുന്ന ഇസ്രായേലിന്റെ പുതിയ സംസ്കാരത്തിന്റെ ചിത്രമാണ് ഉണങ്ങിയ ആസ്തികൾ ജീവിക്കുന്നത്. അതെ, ലോകത്തിന്റെ എപ്പാട് ചിതറിപ്പോയി കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം കൂട്ടി യോജിപ്പിച്ചതുപോലെ, ഞാൻ മുമ്പാതി പറഞ്ഞതുപോലെ
നിന്റെ കുടുംബത്തിനകത്ത് അങ്ങ് ചേർത്ത് പണിയുന്ന, ചിതറിക്കിടക്കുന്നതിന് ചേർത്ത് പണിയുന്ന ഒരു അനുഭവം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. രക്തം ചെയ്യാൻ അല്ലേലൂയ. ഇവിടെ അല്ലെങ്കിൽ ഉണങ്ങിയ അസ്ഥികൾ അങ്ങ് ജീവൻ പ്രാപിച്ചതുപോലെ ഇസ്രായേൽ ജീവനുള്ള ഒരു രാഷ്ട്രമായി അല്ലെങ്കിൽ തീർന്നു. ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചതുപോലെ ജീവനില്ലാതെ കിടന്ന ഇസ്രായേൽ ജീവനുള്ള രാഷ്ട്രമായി മാറി. അല്ലേലൂയ. സ്തോത്രം. ദൈവവചനം വായിക്കുന്നത് അല്ലെങ്കിൽ 2 കോലുകളുടെ സംയോജനം രണ്ടായി അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രം ഒറ്റ രാജ്യമായി തീരുമെന്ന് ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക. അല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികൾക്ക് സമാനമായി മനുഷ്യർക്ക് ആത്മീയമായ ജീവശ്വാസം പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുന്ന സഭയ്ക്ക് ആത്മജീവൻ പ്രദാനം ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. പല സഭകളും ഉണങ്ങിയ അസ്ഥികളെ പോലെ ജീവനില്ലാതെ കിടക്കുക. സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ പെരുകി ദൈവത്തിൻ ജനം അകന്നുപോയി. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. സഭയ്ക്കകത്ത് പ്രവേശിച്ചപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം ചിതറിപ്പോയതുപോലെ സഭ ചിതറിക്കിടക്കുന്നു. അല്ലേലൂയ. കുടുംബങ്ങൾ ചിതറിക്കിടക്കുന്നു. അതിൽ നിന്നാണ് ദൈവം നിനക്ക് ജീവൻ തരാൻ ആഗ്രഹിക്കുന്നത്. അല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അല്ലേലൂയ, നിന്റെ കുടുംബത്തിനൊരു പുനർജീവിതം തരാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ തകർന്നു പോകരുത്. നീ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. പ്രൈസലോ. അല്ലേലൂയ. നമുക്ക് ജീവിതം എന്ന് പറയുന്നത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസലോ. ഇന്ന് നമുക്കറിയാം, അധികം പേരിരിക്കുന്ന സ്ഥലത്തെ ജനക്കൂട്ടം എന്നാണ് പറയുന്നത്. അധികം പേര് വന്ന് കൂടുന്ന സ്ഥലത്തിന് വലിയ ജനക്കൂട്ടം എന്ന് പറയുന്നു. അല്ലേലൂയ. വലിയ ആളുകൾ കൂടുന്ന നല്ല നമ്മൾ വലിയ ആൾക്കൂട്ടമായിരുന്നു, ജനക്കൂട്ടമായിരുന്നു നമ്മൾ പറയാറുണ്ട്. അല്ലേലൂയ. എന്നാൽ സേന എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആൾക്കൂട്ടം, ജനക്കൂട്ടം എന്നൊക്കെ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ദൈവത്തിന്റെ സേന എന്ന് പറയുന്നത്. അല്ലേലൂയ. അപ്പൊ സേനയിൽ ഒരു ക്രമീകരണമുണ്ട്. ആൾക്കൂട്ടത്തിനകത്തും ജനക്കൂട്ടത്തിനകത്തും ക്രമീകരണമില്ല. ദൈവത്തിന്റെ സേനയ്ക്കകത്തൊരു ക്രമീകരണമുണ്ട്. അല്ലേലൂയ. സ്തോത്രം. അതിനകത്തൊരു കൃത്യനിഷ്ഠയുണ്ട്, മനോബലമുണ്ട്, ദൃഢതയുണ്ട്, കെട്ടുറപ്പുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ കൂടിയതാണ് ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയുടെ കെട്ടുറപ്പ് എന്താണ്? അല്ലേലൂയ. ക്രമീകരണം, കൃത്യനിഷ്ഠ, മനോബലം, ദൃഢത, കെട്ടുറപ്പ് എല്ലാം കൂടെ കൂടിയതാണ് ദൈവത്തിന്റെ സേന. എന്നാൽ ആൾക്കൂട്ടത്തിനും ജനക്കൂട്ടത്തിനും അതില്ല. അല്ലേലൂയ. ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനക്കൂട്ടം എന്നൊക്കെ പറയുന്നത് അത് ഏത് സമയത്തും ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്, ചിതറി ഓടാൻ സാധ്യതയുണ്ട്. വലിയ ആൾക്കൂട്ടത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, പെട്ടെന്ന് ജനം അതിലേലും ചിതറി ഓടും. അല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞാൽ ചിതറി ഓട്ടുന്നതല്ല. അവർ വലിയ ക്രമീകരണത്തോടും കൃത്യനിഷ്ഠയും മനോബലത്തിനും ദൃഢതയോടും കെട്ടുറപ്പോടും കൂടെ ഉറച്ചു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ സേന, ദൈവസഭ എന്ന് പറയുന്നത്. പ്രൈസലോ. ഇപ്പം ദൈവത്തിന്റെ സേന, നീ ദൈവത്തിന്റെ സേനയിൽ ഒരാളാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് ഞാൻ പകലിനോട് ചോദിക്കട്ടെ, നീ നിന്റെ കുടുംബം ദൈവത്തിന്റെ സേനയിലാണോ? നീ നിന്റെ മക്കളും ദൈവത്തിന്റെ സേനയിലാണോ? അതോ ആൾക്കൂട്ടത്തിലാണോ, ജനക്കൂട്ടത്തിലാണോ? ലേരിയ. ആൾക്കൂട്ടത്തിലാണ് നീ നിൽക്കുന്നെങ്കിൽ, ജനക്കൂട്ടത്തിലാണ് നിൽക്കുന്നെങ്കിൽ നീ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്, നീ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നീ നിന്റെ കുടുംബം ദൈവത്തിന്റെ സേനയിലാണ് നിൽക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ സൈന്യമായി നീ നിവർന്നു നിൽക്കുന്നെങ്കിൽ നിനക്ക് ഒരു ക്രമീകരണം ദൈവം തരും. അല്ലേലൂയ. ഒരു കൃത്യനിഷ്ഠ, മനോബലം, ദൃഢത, കെട്ടുറപ്പൊക്കെ തന്ന് നീ ചിതറിപ്പോകാതിരിക്കുവാൻ അവൻ നിനക്ക് കരുത്തായി തീർക്കും. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ദൈവത്തിന്റെ സേനയിലോ അതോ ആൾക്കൂട്ടത്തിലോ ജനക്കൂട്ടത്തിലോ? മാനസാന്തരപ്പെട്ട് മടങ്ങുക. ചിതറിക്കിടക്കുന്നതിന്റെ കുടുംബത്തെ പണിതെടുക്കണം നിനക്ക് ആഗ്രഹം ഉണ്ടാകട്ടെ. എന്നും നിന്റെ കുടുംബം ഇങ്ങനെ ചിതറിക്കിടന്നാൽ മതിയോ? അപ്പനൊരു വഴി, മക്കളൊരു വഴി, അമ്മായിയും ഒരു വഴി, മൈമോളൊരു വഴി, മക്കളൊരു വഴി, കൊച്ചുമക്കളൊരു വഴി. അല്ലല്ല, പല അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് കുടുംബം ഉണങ്ങിയ അസ്ഥികളെ പോലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മദ്യവും മയക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കുടുംബത്തേക്ക് തലൂക്കിയും പ്രശ്നങ്ങളും കുടുംബ തകർച്ചകളും, ഭർത്താവ് ഭാര്യ സംബന്ധിച്ച് മക്കൾ അവിടെ ഇവിടെയാക്കിയിട്ട് ആമി ബന്ധങ്ങൾ പുലർത്തി ആമി ലോകത്തോടൊപ്പം ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളെ പോലെ നിന്റെ കുടുംബം തകർന്നു കിടക്കുകയാണ്.
ഹല്ലേലൂയ. അതിൽ നിന്ന് മടങ്ങി വരും ദൈവം ആഗ്രഹിക്കുക. അതിന് ദൈവം നിന്റെ ആൾക്കൂട്ടത്തിന് ജനക്കൂട്ടം നിന്റെ കുടുംബത്തിൽ ദൈവം വേർതിരിച്ച് ദൈവത്തിന്റെ സേനയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നീ അതിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ നീ യേശുവിനെ സമർപ്പിച്ചു കൊടുക്കുക. രക്തം ചെയ്യാം. പ്രൈസറോ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നീ നോക്കിയാട്ടെ, ജീവിതത്തിന്റെ അവസ്ഥ നീ നോക്കിയാട്ടെ. എത്ര കാലം എങ്ങനെ പോന്നേ, അതിനകത്തൊരു മാറ്റം ദൈവം തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സേനയുള്ള വീരന്മാർക്ക് പരിശീലനമുണ്ട്. ദൈവത്തിന്റെ സേനയിലുള്ള വീരന്മാർക്ക് പരിശീലനമുണ്ട്. മനോധൈര്യമുള്ളവരാണ്. സേനയിൽ ദൈവം തന്റെ വിശ്വാസികളെ കൂട്ടമായിട്ട് കൂട്ടമായിട്ട് ചേർത്ത് പണിതുകൊണ്ടിരിക്കും. പരിശീലനം കൊടുത്ത് യഹോവയുടെ സേന സേനയായി ദൈവം പണിതുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ സേന, ഹല്ലേലൂയ, ദൈവത്തിന്റെ സേന എന്ന് പറയുമ്പോൾ അതിനകത്ത് പരിശീലനമുണ്ട്. ദൈവമക്കൾക്ക് ആവശ്യമായി പരിശീലനം കൊടുക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു ജോലിക്ക്, നിങ്ങളൊരു പോലീസിൽ ചേർന്നാൽ, നിങ്ങൾ പട്ടാളത്തിലേക്ക് ചേർന്നാൽ, ഹല്ലേലൂയ, നിങ്ങളൊരു കമ്പനിയിലേക്ക് ജോലിക്കെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട്, പട്ടാളത്തിൽ ട്രെയിനിങ് ഉണ്ട്, പോലീസിൽ ട്രെയിനിങ് ഉണ്ട്. ഹല്ലേലൂയ. അതൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ കമ്പനിയായാലും പോലീസിനും പട്ടാളത്തിലെടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ സേനയിൽ പരിശീലനമുണ്ട്. ആ പരിശീലനമാണ് ദൈവത്തിന്റെ വചന ശുശ്രൂഷ. വചനത്തിലൂടെ സംസാരിച്ച് നിന്റെ വചനത്തിൽ പരിശീലിപ്പിച്ച് പാപത്തിന്റെ കറകളെ നീക്കി നിന്റെ പാപബോധം ഉളവാക്കി തെറ്റുകൾ തിരുത്തി ഉണങ്ങിക്കിടക്കുന്ന ജീവിതത്തെ, ചെതറിക്കിടക്കുന്ന ജീവിതത്തെ ഉണങ്ങി അസ്ഥികളെ പോലെ ചിന്ന ഭിന്നമാക്കണം നിന്റെ കുടുംബത്തെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്താൽ പരിശീലിപ്പിച്ച് നിനക്ക് മനോബലം നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൈന്യമാക്കി മാറ്റുന്നതാണ് ദൈവവചന പഠിപ്പീരും പരിശീലിപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെയാ ദൈവവചനം കേട്ടോ. രക്തം ജയം. പ്രൈസ്. അത് ഞാനൊക്കെ ഭയങ്കര മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് കിടന്ന ആളാ. പക്ഷെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ വചനത്തിലൂടെ എന്നെ പരിശീലിപ്പിച്ചു. എനിക്ക് മനോബലം തന്നു, മനോധൈര്യം തന്നു. ദൈവത്തിന്റെ സേനയിലെ ഒരു അംഗമാക്കി മാറ്റി. ഞാൻ ദൈവത്തിന്റെ സൈന്യത്തിൽ ഒരാളായി നിവർന്ന് നിന്നപ്പോൾ അല്ലേ എനിക്കെതിരെ വാതുകെട്ടി അവകാശം പറഞ്ഞ ദുഷ്ട ശത്രുക്കൾ ചിതറിപ്പോയി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം തരും കേട്ടോ. ഇവിടെ ദൈവത്തിന് പറഞ്ഞ ദൈവത്തിന്റെ മുഖ്യ ലക്ഷ്യം ആകാശ മണ്ഡലത്തിലുള്ള ദുഷ്ടാത്മസേനയെ തകർക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ലക്ഷ്യം എന്താ? ആകാശത്തിലുള്ള ദുഷ്ടാത്മസേനയെ നാം തകർക്കണം. ഹല്ലേലൂയ. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും കുടുംബത്തിനെതിരെ പോരാടുന്ന എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്യ പൈശാചിക ശക്തികളെ നീ തകർക്കണം. പ്രൈസ്. അതിന് നിനക്ക് ശക്തി ആവശ്യം, ബലം ആവശ്യം, അഭിഷേകം ആവശ്യം, പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ടാണ് നിന്നെ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന വചനത്തിലൂടെ നിനക്ക് പരിശീലനം തന്നു കഴിയുമ്പോൾ, വചന പരിശീലനം നീ വാങ്ങിക്കഴിയുമ്പോൾ ദൈവസഭയ്ക്കകത്ത് നീ വന്നിരുന്ന് വചനം പഠിച്ച് നീ ആ ട്രെയിനിങ് പാസ്സാകും തോറും നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നിനക്ക് തകർക്കാൻ കഴിയും. ഹല്ലേലൂയ. ദുഷ്ടാത്മസേനയെ നിങ്ങൾ തകർക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എഫെസ്യലേഖനം 6-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 10, 11, 12 വാക്കുകൾ വായിക്കുമ്പോൾ വിശ്വാസി പോർക്കളത്തില ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വിശ്വാസി പോർക്കളത്തിലായിപ്പോഴും ട്രെയിനിങ്ങിലാണ്, പരിശീലനത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഒടുവിൽ കർത്താവിലും എന്റെ അമിതബലത്തിന് ശക്തിപ്പെടുവിൽ പിശാചിന്റെ താന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം, ദൈവവചനത്തിലുള്ള പരിശീലനം, ആ ട്രെയിനിങ് നിനക്ക് ആവശ്യമാണ്. അപ്പം ദൈവത്തിന്റെ വചനം സർവായുധ വർഗമായി നീ ധരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത്, ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിന്റെ സഹോദരനോടോ നിന്റെ അടുത്ത വീട്ടുകാരോടോ അയൽവാസികളോ അല്ലെന്ന് നിനക്ക് പോരാട്ടം. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. പക്ഷേ ഈ സാത്താൻ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ കാണുന്ന തിരിച്ചറിയിക്കണം. അപ്പൊ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുള്ള വാഴ്ചകളോടും, നിന്നെ തകർക്കുന്ന ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ വാഴ്ചകൾ, ആ വാഴ്ചകളോടും അധികാരങ്ങളോടും, ചില അധികാരങ്ങളൊക്കെ നിന്റെ കുടുംബത്തെ തകർക്കാൻ വരും. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശ മണ്ഡലത്തിലെ കൂട്ടാത്മ സേനയോടും അത്രയും നമുക്ക് പോരാട്ടമുള്ളത്. അല്ലെങ്കിൽ
അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനത്തിനെ പരിശീലിപ്പിക്കുന്നത്. ഉണങ്ങിയ അസ്ഥികളെ പോലെ ചെതറിക്കിടക്കുന്ന നിന്റെ കുടുംബത്തെ കുടുംബത്തെ പണിതെടുക്കുവാൻ, നിന്റെ കുടുംബത്തിനെ വാഴുന്ന നിന്റെ കുടുംബത്തെ തലമുറയെ തകർക്കുന്ന വാഴ്ചകളും അധികാരങ്ങളിൽ അന്ധകാരത്തിൽ ആകാശമണ്ഡലത്തിലെ തൊട്ടാത്മസേനയെ നീ എപ്പോൾ തകർക്കാൻ ആത്മശക്തി പ്രാപിക്കുന്നു, നീ ദൈവത്തിലും മടങ്ങി വരുന്ന വാചനത്തെ നീ അനുസരിക്കുന്നു. ഹല്ലേലൂയ. ആ സമയം നീ ആത്മാവിൽ നിറയപ്പെട്ടിട്ട് ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ നീ പണിയാൻ തുടങ്ങും. ഉണങ്ങിയ അവസ്ഥകൾ മാറുക. നീ കേൾക്കുന്ന നിന്റെ ഉണങ്ങിയ അവസ്ഥകൾ നീ മാറ്റാൻ ആഗ്രഹിക്കുക. വചനത്തിലേക്ക് പോരെ. അല്ലാതെ ഞങ്ങൾ ഈ ദൈവത്തിനെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ സഭയിലേക്ക് വരാൻ പറയുമ്പോൾ ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മതം മാറ്റുവാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മതം മാറ്റമല്ലത്, മനസ്സിന്റെ മാറ്റമാണ്, മനസ്സിന് പരിവർത്തനം വരുത്തുന്നതാണ്. ആരെയും മതം മാറ്റുന്നതല്ല ഞങ്ങളുടെ ശുശ്രൂഷ. തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ, ഉണങ്ങിയ അസ്ഥികളെ പോലെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, സ്വസ്ഥതയില്ലാതെ പോരാട്ടങ്ങളാൽ നിറയപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ ദൈവവചനത്തിൽ പരിശീലിപ്പിച്ച് അവർക്ക് മനോബലം കൊടുത്ത് അവർക്കെതിരെ വ്യാപരിക്കുന്ന വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിൽ ലോകാധിപതി ആകാശമണ്ഡല ദൂട്ടാത്മസേനയോട് എതിർത്ത് നിൽക്കാനുള്ള മനോബലം കൊടുക്കുന്നതാണ് ദൈവവചന ശുശ്രൂഷ. ഒരുവരെ ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് വിളിക്കുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ ഞങ്ങൾ മനോധൈര്യമുള്ളവരാക്കി മാറ്റുക. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഇന്ന് മദ്യപാനിയായിട്ടും കള്ളുകുടിയനായിട്ടും അപ്പപോലിക്കാനായിട്ടും തോന്നിവാസം ജീവിക്കാനൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും നിന്റെ കുടുംബം. അതിന് നിനക്കൊരു ഉദാഹരണം ആവശ്യമാണെന്ന്, ഒരു ഉദാഹരണം നിനക്ക് ആവശ്യമാണ്. പ്രൈസറോ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവവചനത്തെ വിശ്വസിക്കുക. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന പരിശീലനം എന്ന് പറയുന്നത് നിനക്കൊരു മനോബലം തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തരുന്ന പരിശീലനം എന്ന് പറയുന്ന ആയുധമെടുത്ത് പോരാടാനല്ല. ഞങ്ങൾ നിങ്ങളെ വചനം പഠിപ്പിക്കുമ്പോൾ വാളും വടിയും കുറുപടിയും എടുക്കുവാൻ, അല്ലെങ്കിൽ മാരകായുധങ്ങൾ എടുക്കുവാൻ, ബോംബ് എടുത്തുകൊണ്ട് വരുവാൻ ഞങ്ങൾ പറയാറില്ല. പൊതുമുതൽ തല്ലിയുടയ്ക്ക് സമരം നടത്തുക, ഗരോവാഞ്ചിക ധർമ്മം നടത്തുക, വഴിയിൽ വണ്ടി തടയുക, പൊതുമുതൽ അടിച്ചു തകർക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അങ്ങനത്തെ പരിശീലനം കൊടുക്കാറില്ല. ജീവനോടെ നിൽക്കുന്ന മനുഷ്യനെ വെട്ടി വീഴുന്ന, മതത്തിന് സ്പർദ്ധ ഉണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന, വർഗീയത, തീവ്രവാദ, ഭീകരവാദം വളർത്തുന്ന ഒന്നും ഞങ്ങൾ പരിശീലിപ്പിക്കുമെന്ന് ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ കൊടുക്കുന്ന പരിശീലനം എന്ന് പറയുന്നത് ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുന്ന ജനത്തെ, ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുന്ന ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തകർന്ന് കിടക്കുന്ന സാത്താന്റെ ശക്തികൾ തകർന്ന് കിടക്കുന്ന കുടുംബങ്ങളെ പണിതെടുക്കുവാനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പരിശീലനം കൊടുക്കണേ. അതിലുള്ളവനെ ധൈര്യമുള്ളവനെ, മനോബലമുള്ളവനാക്കി മാറ്റിയെടുക്കുക. അവന്റെ ആയുധം വചനമാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധം എന്താണ്? വചനമാണ്. ഞങ്ങളുടെ കയ്യിൽ മാരകായുധമില്ല കേട്ടോ. ഞങ്ങളുടെ പള്ളികൾക്കകത്തും മാരകായുധമില്ല. ഞങ്ങൾ ആരാധിക്കാൻ വരുമ്പോൾ മാരകായുധമില്ല. ഞങ്ങൾ ദൈവസഭയിൽ വരുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന, ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന, ഞങ്ങളെ ട്രെയിനിങ് തരുന്ന, ഞങ്ങൾക്ക് മനോബലം തരുന്ന ദൈവത്തിന്റെ സേനയെ ഞങ്ങളെ ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളുടെ കയ്യിലെ ഞങ്ങളുടെ ആയുധം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. താഴ്വരിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ ചിന്ന ഭിന്നമായി കിടന്ന ഇസ്രായേൽ രാജ്യത്തെ ദൈവം കൂട്ടി യോജിപ്പിച്ചതുപോലെ നിന്നെ ദൈവം കൂട്ടി യോജിപ്പിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസലോ. വചനം നീ വിശ്വസിക്കണം കേട്ടോ. വചനം വിശ്വസിക്കണം. ഈ വചനം വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങളെ ഉയർപ്പിച്ച് തന്റെ രക്തത്താൽ കഴുകി വിശുദ്ധരാക്കി യുദ്ധത്തിനായി പരിശീലിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ പാപത്തിൽ ദൈവം വിടിവിച്ച്, ശാപത്തിൽ ദൈവം വിടിവിച്ച്, അക്രമങ്ങളിൽ നിന്ന് വിടിവിച്ച്, മദ്യത്തിൽ നിന്ന് വിടിവിച്ച്, വീരക്കൂത്തിൽ നിന്ന് വിടിവിച്ച്, മോഷണത്തിൽ നിന്ന് വിടിവിച്ച്, കുലപാതകത്തിൽ നിന്ന് വിടിവിച്ച്, തീവ്രവാദ ഭീകരവാദ സ്വഭാവത്തിൽ നിന്നൊക്കെ നിന്നെ വിടിവിച്ച്, അതിൻ്റെ ഒരു വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് നിന്നെ അതിൽ നിന്നൊക്കെ വിടിപ്പിച്ച് ദൈവം നിന്നെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുക. എന്ത് യുദ്ധത്തിനാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് യുദ്ധം ചെയ്യുവാൻ, നമ്മൾ നിന്റെ കുടുംബത്തോട് പോരാടുന്ന സാത്താനെതിരെ യുദ്ധം ചെയ്യാനാണ് ദൈവം നിന്നെ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 144 സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാം വാക്യം, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവ യുദ്ധത്തിന്റെ കൈകളെയും പോരിനെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. നമ്മുടെ ദൈവജനത്തെ യുദ്ധത്തിനായി കൈകളെയും പോരിനായി വിരലുകളെയും ദൈവം അഭ്യസിപ്പിക്കുക. ഹല്ലേലൂയ. ഇവിടെ ആയുധമില്ല കേട്ടോ. ഇവിടെ വചനമാണ് ഞങ്ങളുടെ ആയുധം എന്ന് പറയുന്നത്.
വചനം ഞങ്ങൾ പഠിക്കുന്തോറും, വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്തോറും, വചനം ഞങ്ങൾ വിശ്വസിക്കുന്തോറും, വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്തോറും സാത്താനോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങളുടെ കൈകളെ ദൈവം ബലപ്പെടുത്തുന്നു. സാത്താനോടുള്ള പോരിന് വേണ്ടി വിരലുകളെ ദൈവം അഭ്യസിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടില്ലേ എന്താ ജനം മാരകായുധം എടുത്ത് റോഡിൽ പട്ടണം താണ്ഡവമാണെന്ന് കണ്ടിട്ടില്ലേ? കലി കയറി പിശാചിനാൽ നിറയപ്പെട്ട്, സാത്താനെ നിറയപ്പെട്ട് മനുഷ്യ രക്തത്തിന് വേണ്ടി അലഞ്ഞ് ദാഹിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ ഞങ്ങളെന്താ ചെയ്യുന്നത്? ദൈവത്തിനെ പഠിപ്പിക്കുക. തകർന്നു കിടക്കുന്ന കുടുംബത്തെ പണിതെടുക്കുക. ഞങ്ങൾ ആരും നഷ്ടപ്പെടാൻ പറയത്തില്ല, ആരും നശിപ്പാൻ പറയത്തില്ല. നന്നാകണം, നീ നന്നാകണം. പ്രേക്ഷകരോ, ഇവിടെ ദൈവത്തിന് വചനം ഇവിടെ 144 വാക്യം വായിക്കുമ്പോൾ, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ 1-2 വാക്യങ്ങളിൽ 6 വിധമായ പേരുകൾ ദൈവത്തിന് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിൽ തനിക്ക് ലഭിച്ച വിജയത്തിന്റെയും മഹത്വമെല്ലാം സംഗീതക്കാരൻ ദൈവത്തിന് കൊടുക്കുക. ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ഹല്ലേലൂയ ഒരുപാട് യുദ്ധത്തെ നേരിട്ടയാളാ. ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. ദാവീദ് യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദിന്റെ കൈകളെ ബലപ്പെടുന്നത്, ദാവീദിന്റെ വിരലുകളെ ബലപ്പെടുന്നത് യഹോവയായ ദൈവമാണ്. യുദ്ധത്തിൽ വിജയശ്രീലാണ് ഇതിനായി മടങ്ങി വന്ന ദാവീദിനെ ദാവീദ് തന്റെ കഴിവും പ്രാപ്തിയും തന്റെ ബലവും തന്റെ സൈന്യത്തിന്റെ കരുത്തുകൊണ്ടാണ് ഞാൻ ജയം പ്രാപിച്ചെന്ന് പറയാതെ വിജയശ്രീലാണ് ഇതിനായി മടങ്ങി വന്ന ദാവീദ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കർത്താവേ, യുദ്ധത്തിന്റെ കൈകളെ ഹല്ലേലൂയ യുദ്ധത്തിന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിച്ച് നീയ കർത്താവെ അങ്ങ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. നിന്റെ കുടുംബത്തെ ദൈവത്തിന് ഇഷ്ടമാ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, യേശുവിനെ നിന്റെ ഇഷ്ടമാ. അവൻ ഹല്ലേലൂയ നിന്റെ പിതാവാ. നീ അവന്റെ മകനാ, മകളാ. ഒരിക്കലും നീ അനാഥനല്ല. സ്തോത്രം. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ പോലും ചിതറിക്കിടക്കുന്ന ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ യേശു പണിയാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവവചനം നിന്നെ അഭ്യസിപ്പിക്കും. ദൈവവചനം നിനക്ക് ട്രെയിനിങ് ആയിട്ട് നൽകുമ്പോൾ നിന്റെ കുടുംബത്തോട് പോരാടുന്ന ആരാന്നറിയോ? വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അധിപതികൾ, സ്വലോകദുഷ്ടാത്മസേന, ഇതെല്ലാം ഒരു മനുഷ്യനിലോ 2 മനുഷ്യൻ നിന്റെ ബന്ധുക്കൾ കൂടെ ആയിരിക്കും വ്യാപരിക്കുന്നത്. പക്ഷേ അതിനോട് എതിർക്കണമെങ്കിൽ നീ ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് എല്ലാ യുദ്ധങ്ങളെയും മേൽമേറിയ യുദ്ധം മുട്ടിമേലുള്ള യുദ്ധമാണ്. എല്ലാ യുദ്ധങ്ങളെക്കാളും ഏറ്റവും മേൽമേറിയ യുദ്ധം മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതെ, നീ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നീ മുട്ടിമേൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, പാതാളം വിറയ്ക്കും, സാത്താൻ വിറയ്ക്കും, സാത്താന്റെ കിങ്കരന്മാർ വിറയ്ക്കും. ഹല്ലേലൂയ. നീ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കും, സ്തുതി സ്തോത്രങ്ങൾ പറയുമ്പോൾ സാത്താനും അവന്റെ കിങ്കരന്മാരും പാതാളവും വിറച്ചുകൊണ്ടിരിക്കും. നീ മുട്ടിമേൽ നിൽക്കുന്ന കാണുമ്പോൾ സാത്താൻ അലറുവാൻ തുടങ്ങും. അവൻ അലറി വിളിച്ചോടുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ചെയ്യും. നീ മുട്ടിമേൽ നിന്ന് ദൈവത്തോട് യുദ്ധം ചെയ്യുക. പ്രാർത്ഥനയാന്ന് യുദ്ധം ചെയ്യുക. നീ ദൈവസഭയ്ക്ക് മടങ്ങുവാ, ദൈവസഭയ്ക്ക് മടങ്ങുവാൻ ഞങ്ങൾ ദൈവത്തെ പഠിപ്പിക്കാൻ സഭയിലേക്ക് പോവാൻ നിനക്ക് ട്രെയിനിങ് ഞങ്ങൾ തരും. നിന്നെ മനോബലമുള്ളവരാക്കി മാറ്റി നിന്റെ കഷ്ടത നിന്നെ ഞങ്ങൾ വിടുവിക്കും. യഹോവയായ ദൈവത്തിന്റെ വചനം നീ പഠിച്ചു കഴിയുമ്പോൾ ദൈവം നിനക്കൊരു വിടുതൽ നൽകും. രക്തം ചെയ്യും. പ്രേക്ഷകരോ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മനസ്സിലേക്കത, നിങ്ങൾ മുട്ടിമേൽ നിൽക്കുന്നവന് ദൈവം സഹായം ചെയ്യുന്നു. മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഘടനയോ സഭയോ ഒരു മത നേതാവോ അല്ല, ഞങ്ങളാരുമല്ല നിനക്ക് സഹായം തരുന്നത്. യഹോവയായ ദൈവമാണ്, കർത്താവ് യേശുവാ. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയുണ്ടാക്കി യഹോവയിൽ വരുന്ന. ദാവീദ് 121 സംഘത്തിന് വായിക്കുന്നത് പോലെ നീ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുന്ന അനുഭവത്തെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ സഹായം നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ മുട്ടിമേൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം അയക്കുമെന്ന് രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽ ഈ വചനം സംസാരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ ഇത് അത്ഭുതം ചെയ്യുക. എനിക്കറിയാം, കടന്നിലോട്ടിരിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അനവധി ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിന്റെ കുടുംബത്തിൽ. ഉണങ്ങിയ അസ്ഥികളെ പോലെ ലേലിയ പാപം നിന്റെ കുടുംബത്തിൽ പെരുകി, സമാധാനമില്ല. ഇന്ന് പകൽ എന്നോടൊപ്പം പറയാം, യേശുവേ, ഉണങ്ങിയ അസ്ഥികളെ പോലെ എൻ്റെ കുടുംബത്തിനകത്ത് കർത്താവിന്റെ കാര്യം പ്രവർത്തിക്കണമേ. ഉണങ്ങിയ അസ്ഥികളെ ജീവനുള്ള ഒരു വലിയ സൈന്യമാക്കി മാറ്റിയതുപോലെ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ വചനത്താൽ ജീവൻ നൽകി
എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ മാറ്റം നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കേണ്ട കേരളത്തിലെ 3.25 കോടി ജനങ്ങളെ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ കർത്താവ്, ഇന്ത്യയിലെ 29 സംസ്ഥാനം 7 കേന്ദ്ര പ്രശ്നങ്ങളായി 143 കോടി ജനങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ രാജ്യങ്ങൾക്കായി 800 കോടി ജനങ്ങൾ തലമുറപ്പെടാത്തവരെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രപതിക്കുന്ന രാജകുമാരന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണങ്ങൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനതയുടെ കരകളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, വ്യോമസ്നാ അധികാരികൾ, അതിർത്തികൾക്കാക്കുന്ന സൈന്യത്തിനായി എല്ലടിയ ക്രമസമാധാന പാലയ നിയമ രംഗത്തിൽക്കെതിരെ രഹസ്യാനുഷ്ഠാനങ്ങൾക്കായി കർത്താവെ, ഞങ്ങളുടെ പോലീസ് ശിക്ഷകൾക്കായി, ഫയർഫോഴ്സ് എക്സൈസ് വിഭാഗങ്ങൾക്കായി, ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി, അവിടെ കോടതി ശിക്ഷകൾക്കായി പ്രാർത്ഥിക സഹകരണ മേഖല, പൊതുവെ ആരോഗ്യമേഖല, സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ ബാങ്കുമേഖലയായിരിക്കുന്ന ജനത്തിനായി കൺഷൻ രംഗം, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടൈസുകളും എല്ലാ വലിയ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, പാടത്തും പറമ്പിലും കോടിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന അതിയുടെ വെല്ലടിക്കൽ ചോര വീർപ്പാക്കി അധ്വാനിക്കുന്ന ജനത്തെ, കടലോര വാസികളെ, മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവരെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ ഞങ്ങളവരെ ഓർക്കുന്നു. കർത്താവ് ചെറുതും പറഞ്ഞു എല്ലാ വ്യാപാരി വ്യവസായികളെയും, എല്ലാ വഴിയുടെ കച്ചവടക്കാർ, ക്ഷീരമേലും കർഷകരായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് സ്തോത്രം. എല്ലാ കൺഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തെ സന്ദർശിക്കണം. മധ്യത്തിൽ മൈക്കിലേക്ക് അടിപ്പെട്ട് ജീവിതം തകർന്ന് കടക്കിനിയാൽ ഭാരങ്ങളുടെ കുടുംബം തകർന്ന് സ്ഥലം നഷ്ടപ്പെട്ട് ജപ്തികൾ നേടുന്ന ഉണങ്ങിയ ആസ്തികളെ പോലെ പാപ ശാപ രോഗ വേദനകളിൽ നമ്മെ കട്ടപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ഇതുപോൽക്കാലം മടങ്ങി വരട്ടെ. കർത്താവ് ജീവിതം മതി എന്ന് പറഞ്ഞ ആത്മഹത്യ വത്തിലേക്ക് എത്തിയിരിക്കുന്ന ചില കുടുംബങ്ങളെ ഇന്നുപോലെ ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. ഉണങ്ങിയ ആസ്തികൾക്ക് ജീവൻ വെച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്തൊക്കെ ജീവൻ വെച്ച് കുടുംബജീവിതം തകർന്ന് ചിഹ്നമായി അനിവധി വിവാഹമോചന കേസുകൾ കോടതി കെട്ടിക്കിടക്കുമ്പോൾ, തലമുറകൾ തകർന്നു കിടക്കുമ്പോൾ കർത്താവ് ഇത് വിടിവിക്കുന്ന ശൈശവത്തിൽ ഭാര്യമാരി യുവനത്തിൽ ഞാൻ നിർദ്ദേശന യാചന ആഹ്വാനിച്ചു ജോലി തടവറിലേക്ക് സകല ജനത്തെ തകർന്ന മദ്യ ഉടമകളെ, ഉടമകളെ, ബീവറേജ് ഉടമകളെ, ലേഖാമി കൽക്ഷാപ്പുടെ സന്ദർശിക്കും കൂട്ടന്മാർ, നികൃഷ്ടന്മാരെ ദൈവം സന്ദർശിപ്പാൻ തലമുറയെ നശിപ്പിക്കുന്ന കർത്താവിന്റെ സ്കൂൾ, കോളേജ്, ക്യാമ്പസ് കലാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ തകർക്കുന്ന സകല സാത്താനിശത്തിലെയും എല്ലാം ലഹരിമാരിയുന്ന മാഫികളെ, എല്ലാ സ്ത്രീമാഫികളെ, പെൺവാണികളെ, എല്ലാ ചൂതാട്ട കേന്ദ്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. കുടുംബങ്ങളെ തകർക്കുന്ന ഉണങ്ങിയാസികളെ പോലെയാക്കുന്ന തകർക്കുന്ന മണ്ഡലങ്ങൾ, പാടത്തും പറമ്പിൽ കൂടുതൽ പണിയെടുത്തുകൊണ്ട് അധ്വാനിക്കുന്ന പൈസകൾ നമ്മെ വഴിവെച്ച് പിടിച്ചു വാങ്ങുന്ന ഈ വിപണിച്ച് ഈ മദ്യ ചൂതാട്ട കേന്ദ്രങ്ങളെ, ഈ സാത്താനിശക്തികളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുകയാണ്. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരത്തിൽ അടങ്ങി വരട്ടെ. ആമെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് രാസാവനം ഉണ്ടാകണം. തലമുറകൾ മനസ്സാൻ ദൈവത്തോട് ചേർന്നിപ്പാൻ കർത്താവ് ഈ ലഹരി വിട്ട് മടങ്ങി വന്ന് ആമെ ദൈവത്തിലൂടെ ജീവിക്കുന്ന, ദൈവവചനം കർത്താവ് പഠിക്കുന്ന, മനോബലം പ്രാപിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തിൽ ഒരു അംഗമായി ഈ ജനത്തെ ദൈവം വേർതിരിക്കണമേ. അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സാധനം പുറത്തു വിടുക്കണം. കർത്താവ് വിദേശ രാജ്യം കഷ്ടം നൊമ്പരപ്പെടുന്ന, ജോലിക്ക് കിടന്ന് ജോലി നഷ്ടപ്പെട്ട് വിസ കേട്ട കാലാവധി കഴിഞ്ഞ്, പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ് ജയിലിൽ കിടക്കുന്ന, സാമ്പത്തിക ജോലിയില്ലാതെ മണലാഴ്ത്തി കഷ്ടം സഹിക്കുന്ന, പീഡ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദേശകഥ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ അപ്പോൾ തന്നെ കർത്താവ് വിശ്വാസം ഹല്ലേലൂയ. നിങ്ങൾ നാട്ടിൽ കിടക്കുന്ന ഫാമിലി ചാൻഡിട്ടാണ് ഭാരപ്പെടുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നത്. ദൈവത്തിന്റെ വേലയെ സ്നേഹിക്കുന്ന കർത്താവ് കേരളത്തിൽ രാജ്യം സൂക്ഷിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെല്ലാം കർത്താവ് ഈ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിന് നീതി വെളിപ്പെടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.